നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ നാട് ജാഗ്രതയോടെ കൈകോർക്കുന്നു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. വെള്ളിയാഴ്ച ചേർന്ന പ്രത്യേക നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനോദ്ഘാടനം ശനിയാഴ്ച നടക്കും. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വിശ്വാസികളുടെ വൻ തിരക്ക്. മേഖലയിലെ പള്ളികളെല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. ഇനി ഫിത്തർ സക്കാത്തിനായുള്ള തയ്യാറെടുപ്പ്. പ്രദേശവാസികൾക്ക് ആശ്വാസമായി പാറന്നൂർ ചിറയിൽ വാഴാനിയിൽ നിന്നും വെള്ളമെത്തി. വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിച്ച ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് കോൺഗ്രസ് രംഗത്ത്. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് നൌഫൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. വിശദമായ വാർത്തയിലേക്ക്. കൈകോർക്കാം ലഹരിക്കെതിരെ. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. വെള്ളിയാഴ്ച ചേർന്ന പ്രത്യേക നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഏപ്രിൽ 1 ഇതിനായി യോഗം ചേരും. വാർഡ് തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നതടക്കം വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കും. മാതാപിതാക്കൾക്കുള്ള ബോധവൽക്കരണത്തിന് പ്രത്യേക ഊന്നൽ നൽകും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ കീഴിൽ ആരംഭിക്കേണ്ട സമയം ഇതിനകം അതിക്രമിച്ചുവെന്ന് കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ബോധവൽക്കരണം കൊണ്ട് മാത്രം ലഹരി മാഫിയെ നേരിടാനാകില്ല. ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവരെ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട്. കുന്നംകുളം പോലീസിലും എക്സൈസിലും അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പോലീസ് സ്റ്റേഷൻ പരിധി വളരെ വിശാലമായതിനാൽ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് ഓടിയെത്താൻ കഴിയാറില്ലെന്നും കൌൺസിലർമാർ പറഞ്ഞു. ചേരി നിർമ്മാർജ്ജനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട 9 കുടുംബങ്ങൾക്ക് 22 വർഷമായിട്ടും പട്ടയം ലഭിക്കാത്ത വിഷയം ലബീബ് ഹസൻ ഉന്നയിച്ചു. തദ്ദേശ വകുപ്പിൽ നിന്നും പുറപ്പെടുവിക്കേണ്ട വിജ്ഞാപനത്തിനായി നഗരസഭയ്ക്ക് അയച്ച കത്തിന് നൽകിയ മറുപടിയിൽ ഭൂമിയുടെ തരം തെറ്റായി രേഖപ്പെടുത്തിയതാണ് നടപടികൾ വീണ്ടും വൈകുന്നതിനിടയാക്കിയത്. വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പട്ടയ അസംബ്ലിയിൽ മറുപടി നൽകിയതാണെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, കൌൺസിലർമാരായ PK സുനിൽകുമാർ, ഷാജി ആലിക്കൽ, ബിജു C ബേബി, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, ഗീത ശശി, റീജ സലീൽ, ബീന രവി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് നൌഫൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. പോലീസ് പട്രോളിംഗിനിടെയായിരുന്നു വെള്ളറക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് നിന്ന് ജാബിറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 30 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനയ്ക്കായി ജാബിറിന് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന നൌഫലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കും. CCTVയും പ്രവർത്തന പരിപാടികളിൽ പങ്കാളികളാകും. വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ എരുമപ്പെട്ടി ഫൊറോന പള്ളി, എരുമപ്പെട്ടി ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വായനശാല, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രസ് ക്ലബ്, ആക്ട്സ്, ലയൺസ് ക്ലബ്, സ്കൂൾ PTA ഭാരവാഹികൾ, മതസംഘടനാ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 4:30 കടങ്ങോട് റോഡ് സെന്ററിൽ നടക്കുന്ന പ്രവർത്തനോദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ നിർവഹിക്കും. ജാഗ്രതാ സമിതി ചെയർമാൻ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനാകും. കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ് മുഖ്യാതിഥിയാകും. ബഷീർ അഷ്റഫി, മുല്ലക്കൽ ക്ഷേത്രം ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, സതി മണികണ്ഠൻ, MK ജോസ്, റീന വർഗീസ്, സുധീഷ് പറമ്പിൽ,
എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ JS അശ്വിനി, വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, എരുമപ്പെട്ടി മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ്, ധന്വന്ത്രി ക്ഷേത്രം ദേവസ്വം ഓഫീസർ V മുരളീധരൻ, ഫൊറോന പള്ളി ട്രസ്റ്റി MB ഷാൻഡോ, ജാഗ്രതാ സമിതി കൺവീനർ MB ബാബു മാസ്റ്റർ എന്നിവരും വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. CCTV നേതൃത്വത്തിൽ ലഘുനാടകവും അരങ്ങേറും. ചാലിശ്ശേരി ആലിക്കര AFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിനും നടത്തി. ആലിക്കര മദ്രസ പരിസരത്ത് നടന്ന പരിപാടിയിൽ ചാലിശ്ശേരി പോലീസ് സീനിയർ CPO B ഷൈജു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്ലബ് സെക്രട്ടറി ഉമ്മർ അധ്യക്ഷനായി. അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗോകുൽദാസ്, സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആരതി, ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ തൃശൂരായി തെരഞ്ഞെടുത്ത മുഹമ്മദ് ഷിബിൽ, ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇസാൻ എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർ ഷഹന മുജീബ്, CPO B നിതിൻ, ക്ലബ് പ്രസിഡന്റ് മനീഷ്, ട്രഷറർ ഷമ്മാസ് എന്നിവർ സംസാരിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന സമൂഹ നോമ്പുതുറയിൽ ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി പേർ പങ്കെടുത്തു. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വിശ്വാസികളുടെ വൻ തിരക്ക്. മേഖലയിലെ പള്ളികളെല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. 27ാം രാവിന്റെ പ്രാർത്ഥനകൾക്കൊടുവിൽ അവസാന വെള്ളിയിലേക്ക് പുലർന്നതോടെ തന്നെ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളെ കൊണ്ട് മസ്ജിദുകൾ നിറഞ്ഞിരുന്നു. വ്രതശുദ്ധിയിൽ ജുമാ നമസ്കരിച്ചവർ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും നന്മ വരുത്തണമേ എന്ന സർവശക്തനോട് പ്രാർത്ഥിച്ചു. ഇനി 2-3 ദിവസം കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ ലഭിക്കും. ഞായർ മുതൽ ചൊവ്വ വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിലാകും ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. ഇതോടനുബന്ധിച്ച ഫിത്തർ സക്കാത്ത് വിതരണത്തിനുള്ള തയ്യാറെടുപ്പ് വിശ്വാസികൾ തുടങ്ങി. സംഘടിതമായും ഒറ്റയ്ക്കും സക്കാത്ത് വിതരണം നടത്തും. ശവ്വാൽ പിറ ദൃശ്യമാകുന്നത് മുതൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് വരെയാണ് ഫിത്തർ സക്കാത്ത് വിതരണ സമയം. വിശുദ്ധ മാസമായ റമളാനെ യാത്രയാക്കുന്ന അവസാന വെള്ളിയാഴ്ചയിൽ പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ പള്ളിയിലെ ഗുത്തുബ ശ്രവിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കായിരുന്നു. മസ്ജിദ് റഹ്മയിൽ നടന്ന റമദാനിലെ അവസാന ജുമാ ഗുത്തുബ പ്രഭാഷണത്തിനും നമസ്കാരത്തിനും മഹല്ല് ഖത്തീബും പണ്ഡിതനും പ്രഭാഷകനുമായ സലീം മമ്പാട് നേതൃത്വം നൽകി. സമയത്തിലും കാലത്തിലും അതിന്റെ ഘടനയിലുമൊക്കെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്, ആ ജീവിതത്തെ നീ എന്ത് ചെയ്തു? ആ നിസ്സാരമായ ജീവിതത്തിലെ സകലതും അള്ളാഹു പ്രദർശനത്തിന് വെച്ച് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പറയുന്നതാണ് നമുക്ക് പറയാം, അള്ളാഹുവെ മറച്ചു വെക്കുക. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് സമീപം ജല അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. അക്കിക്കാവ് മുതൽ പുതിയ പൈപ്പ് ഇടുന്ന ജോലികൾ തുടരുന്നതിനാൽ ആ ഭാഗത്തേക്കുള്ള പമ്പിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ചില ഭാഗങ്ങളിലേക്ക് മാത്രമായി പമ്പിംഗ് തുടരുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദമാണ് പൈപ്പ് തകരാൻ കാരണം എന്നാണ് സൂചന. 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി റോഡ് നിർമ്മാണം നടക്കുമ്പോൾ പൈപ്പുകൾ മാറ്റുമെന്ന് പറയുന്നു. എന്നാൽ പാതിയോളം പണി പൂർത്തിയായ ഭാഗത്ത് ഇനി പൈപ്പിനു വേണ്ടി പൊളിക്കുക പ്രായോഗികമാണോ എന്നാണ് നാട്ടുകാരുടെ സംശയം. അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് KSTPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലെ പൈപ്പ് മാറ്റൽ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം പൊട്ടിയ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്താണ് പണി നടക്കുന്നത്. ശനിയാഴ്ചത്തോടെ പണി പൂർത്തിയാക്കി ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ബുധനാഴ്ച വൈകിട്ടാണ് പൈപ്പ് പൊട്ടിയത്. വെള്ളത്തിന്റെ കുത്തിയൊഴുക്കിൽ പള്ളിക്കര ഗോപാലിന്റെ വീടിനകത്തേക്ക് വെള്ളം കയറിയിരുന്നു. കരിച്ചാൽക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. 10 കോടി രൂപ ചെലവിലാണ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. ഇത്തവണ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പാലം നിർമ്മാണവും അപ്രോച്ച് റോഡ് നിർമ്മാണവും പൂർത്തീകരിക്കാൻ വേണ്ടി കലണ്ടർ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പാലത്തിന്റെ അവസാന സ്ലാബ് ഏപ്രിൽ 7-ന് കോൺക്രീറ്റ് നടത്തും. 2018-ലാണ് കരിച്ചാൽക്കടവ് പാലം കം ചെക്ക് ഡാം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം പാതി പോലും പൂർത്തിയായില്ല. ഇതോടെ സർക്കാർ ഇടപെട്ട് നിർമ്മാണ കരാറുകാരനെ മാറ്റി. പിന്നീട് പുതിയ കരാറുകാരൻ പണി ഏറ്റെടുത്തതോടെ നിർമ്മാണം പുരോഗമിച്ചു. 100 അടിത്തോട്ടിലെ വെള്ളം കുറയുന്ന മുറയ്ക്ക് അതിവേഗ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മി, ഓവർസിയർ, സൈറ്റ് എഞ്ചിനീയർ എന്നിവർ MLAയോട് നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യദുകൃഷ്ണ,
രാജി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഏപ്രിൽ മാസത്തോടുകൂടി മഴയ്ക്ക് മുമ്പുള്ള വെള്ളക്കെടുതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അത് പണി തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഷെഡ്യൂളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി വരുന്ന അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് പണികൾ ഇപ്പോൾ വെള്ളക്കെട്ടുള്ള ഭാഗത്തെ നേരത്തെ തന്നെ തീരും. രണ്ട് ഭാഗത്ത് അപ്പുറത്തെ സൈഡിലില്ല ഈ വശത്താണുള്ളത്. അതിൻ്റെ പൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയും കോൺക്രീറ്റിംഗ് വർക്കുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് റോഡിൻ്റെ പാലവുമായി ബന്ധപ്പെട്ട അപ്രോച്ച് റോഡിൻ്റെ പണി കൂടി പൂർത്തിയാകും. വേനൽക്കാലത്ത് ഈ വർഷത്തോടു കൂടി തന്നെ പണി പൂർണ്ണമായി തീർന്നില്ലെങ്കിലും മഴയ്ക്ക് മുമ്പ് തീർക്കേണ്ട എല്ലാ പണികളും തീർക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മഴ പെയ്താലും മറ്റു പണികൾക്കൊന്നും തടസ്സം ഉണ്ടാവില്ല. മണത്തലയിൽ മരത്തടികൾ കയറ്റി വരികയായിരുന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അകലാട് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് അപകടം. കണ്ണൂർ സ്വദേശിക്ക് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് ഒറ്റൈനിയിൽ വെച്ചാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തിൽ പരിക്കുപറ്റിയ ബൈക്ക് യാത്രികൻ കണ്ണൂർ സ്വദേശി സഫൂറാസ് വീട്ടിൽ 48 വയസ്സുള്ള ഹാഷിമിനെ അകലാട് മുന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് കോൾകൃഷി സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ഉപ്പുങ്ങൽ വടക്കേപ്പടവിൽ ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സെബീന പരീത്, കൃഷി ഓഫീസർ തെരേസ അലക്സ്, കോൾകൃഷി സംഘം സെക്രട്ടറി MD ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 75ഓളം ഹെക്ടർ പാടശേഖരങ്ങളിൽ ഉമ, ജ്യോതി, ചെന്താര വിത്തുകളാണ് കൃഷി ഇറക്കിയത്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ ലോക നാടക ദിനാചരണം കനൽ കർട്ടൻ 25 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പ്രഥമ നാരായണൻ ആത്രപ്പുള്ളി സ്മൃതി പുരസ്കാര സമർപ്പണവും ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന വീട്ടരങ്ങ് നാടകത്തിന്റെ അവതരണവും നടന്നു. ഞമനേങ്ങാട് ഉണ്ണിയാശാന്റെ വീട്ടിൽ നടന്ന പരിപാടി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യൻ നാടകവേദി മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള നാടക പ്രവർത്തകർ മറ്റ് കലകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കലയെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത ഒന്നായി അവരെല്ലാം ഉപാസിച്ച് ജീവിക്കുന്നവരാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന പല നാടക കലാകാരന്മാരും ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടം ഒന്നും ഉണ്ടാക്കിയവരല്ല. നാടകത്തെ അത്രമേൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പലരും അങ്ങനെയാണ്. ഈ വേദിയിലുള്ള പലരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇവരെല്ലാം നാടകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അസാമാന്യ പ്രതിഭകളാണ് പലരും. ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. NTV മുൻ ചെയർമാൻ നാരായണൻ ആത്രപ്പുള്ളിയുടെ സ്മരണാർത്ഥം സഖാവ് നാരായണൻ ആത്രപ്പുള്ളി സ്മൃതി പുരസ്കാര സമർപ്പണം നടത്തി. 50 വർഷത്തോളം നാടകരംഗത്ത് സജീവമായിരുന്ന ജിയോ മാറഞ്ചേരിക്കാണ് പ്രഥമ പുരസ്കാരം നൽകിയത്. പവർ ഗാർഡ് സോളാർ സിസ്റ്റമാണ് അവാർഡ് സ്പോൺസർ ചെയ്തത്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാക്കളായ നാടക പ്രവർത്തകർ നിഖിൽദാസ്, നിജിൽദാസ്, പ്രശാന്ത് നാരായണൻ എന്നിവരെയും നാടകരചനയ്ക്കുള്ള ഭാരത് ഭവൻ പുരസ്കാരം നേടിയ അസീസ് പെരിങ്ങോടിനെയും വേദിയിൽ ആദരിച്ചു. അന്തരിച്ച നാടക പ്രവർത്തകരായ നാരായണൻ ആത്രപ്പുള്ളി, സോബി സൂര്യഗ്രാമം, മുരളി മലയാളി എന്നിവരെ അനുസ്മരിച്ച് ചലച്ചിത്ര നടൻ മീനരാജ് പള്ളുരുത്തി, അശോക് ആചാരി എന്നിവർ സംസാരിച്ചു. തിരക്കഥാകൃത്ത് TV ബാലകൃഷ്ണൻ ഈ വർഷത്തെ ലോക നാടക സന്ദേശം വായിച്ചു. തുടർന്ന് വീട്ടരങ്ങ് നാടകം ശങ്കരേട്ടന്റെ വെളിപാടുകൾ അരങ്ങേറി. തിയേറ്റർ വില്ലേജിന്റെ 43ാമത് നാടകമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് നാരായണനാണ്. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവും 50 വർഷത്തിലേറെയായി നാടകരംഗത്ത് സജീവ സാന്നിധ്യവുമായ ഫാലിമി എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമായി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മീനരാജ് പള്ളുരുത്തിയാണ് നായിക കഥാപാത്രമായ ശങ്കരേട്ടനെ അവതരിപ്പിച്ചത്. എൻ്റെ ബാല, അത്തരം നാടകങ്ങൾ, പുണ്യപുരാണ നാടകങ്ങളൊക്കെ ക്ഷേത്രത്തിലോ അതുപോലെ ദൈവികമായ സ്ഥലത്തുമൊക്കെ അവതരിപ്പിക്കട്ടെ. ഈ വായനശാല പോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടേണ്ട നാടകം ഇതൊന്നുമല്ല. കാരണം നാടകം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു കലാരൂപമാണ്. അപ്പോൾ അങ്ങനെയുള്ള നാടകങ്ങൾ വേണം, സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാടകങ്ങൾ വേണം അവതരിപ്പിക്കാൻ. അല്ലാണ്ട് ഈ ലങ്കാദഹനമാണോ? സീരിയൽ അഭിനേത്രിയായ രജനി മുരളി നാടകത്തിലെ ഹൃദയകുമാരിയായി അരങ്ങിലെത്തി.
ശങ്കരമേനോനും ഭാര്യ ഹൃദയകുമാരിയും താമസിക്കുന്ന വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അയൽപ്പക്കത്തുള്ളവർ കാണുന്ന രീതിയിലാണ് ശങ്കരേട്ടന്റെ വെളിപാടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടുമുറ്റത്തു കളിക്കുന്ന നാടകമല്ല, വീടും മുറ്റവും തന്നെ സ്റ്റേജാക്കിയാണ് നാടകം അവതരിപ്പിച്ചത്. ബിനീഷ് താമരയൂർ, രാജൻ പുഷ്പാഞ്ജലി, സുനിൽ ചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക, CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, ഹരിദാസ് വടക്കൂട്ട്, ശൈലേഷ് ശ്രീധർ, പ്രേംരാജ്, മുജീബ് ഗുരുവായൂർ, ജിബിൻദാസ് കൊളത്താപ്പള്ളി, മേരി ജേക്കബ് കോട്ടപ്പടി, സുജ രാജേഷ്, ഭാനുമതി ഉണ്ണികൃഷ്ണൻ, ശകുന്തള പ്രേംരാജ് എന്നിവർ മറ്റു വേഷങ്ങളിലെത്തി. വീടും തൊടികളും വേദിയാക്കി അവതരിപ്പിച്ച നാടകം കാണികളിൽ കൗതുകമുണർത്തി. ശങ്കരേട്ടൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പഴല്ലേ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ടില്ലാന്നോ? ഫാമിലിയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ശങ്കരേട്ടൻ. പറഞ്ഞിട്ടില്ല. എന്നാ ഇപ്പൊ പറയുന്നു ഫാമിലി ഉണ്ടായിരിക്കണം. ഫാമിലി വേണം നിർബന്ധമുണ്ട്. നിർബന്ധമുണ്ട്. ഗോപി എന്നിട്ട് വന്നേ തനിക്ക് കുറച്ചേരം എന്റെ ഫാമിലി ആവാൻ പറ്റുമോ? എന്താ പറഞ്ഞു മാഷേ, ഞാൻ എങ്ങനെ ഫാമിലി ആവാ? 2014 നോക്കുകുത്തികൾ ഉണ്ടാവുന്നത് എന്ന നാടകവും നിങ്ങൾ ക്യൂവിലാണ് എന്ന നാടകവും NTV ഇതിനു മുൻപ് വീട്ടരങ്ങ് വേദിയിലൂടെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. പ്രദീപ് നാരായണൻ സ്വാഗതവും സുനിൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് BRC പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്രസിദ്ധ സാഹിത്യകാരൻ ലത്തീഫ് മമ്മിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. BRC കോർഡിനേറ്ററും സംസ്ഥാന റിസോഴ്സ് പേഴ്സണുമായ ബിജി ചാക്കോ സംബന്ധിച്ചു. കുട്ടികളിലെ വായനാ വളർച്ചയും സർഗാത്മക വികാസവും ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എഴുത്തുകൂട്ടം വായനക്കൂട്ടം. കുട്ടികളെ പരിചയപ്പെടാനും മാഗസിൻ പ്രകാശനം നിർവഹിക്കാനുമായി തൃശൂർ SSA DPO PS ഷൈജു ക്യാമ്പ് സന്ദർശിച്ചു. കേവല പ്രക്രിയയ്ക്കപ്പുറം വായനയെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി രൂപപ്പെടുത്തുക, സമകാലീന രചനകളെക്കുറിച്ചും ഗ്രന്ഥകർത്താക്കളെക്കുറിച്ചും മനസ്സിലാക്കുക എന്നിവ ലക്ഷ്യമിട്ട് നടത്തിയ ക്യാമ്പ് കുട്ടികളുടെ നാടക അവതരണത്തോടെ സമാപിച്ചു. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നാടക ദിനാചരണവും ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് നാടക കലാകാരന്മാരുടെ സംഘടനയായ നാട്ടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് V വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. ഗീതം സംഗീതം കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധം മുഖ്യാതിഥിയായി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, ജോയിന്റ് സെക്രട്ടറി CL ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മുതിർന്നവരുടെ വായനാ മത്സരത്തിൽ ജില്ലാതലത്തിൽ സമ്മാനാർഹനായ KK ജയപ്രകാശിനെ വായനശാല മുൻ സെക്രട്ടറി K രാമകൃഷ്ണൻ പൊന്നാടാണിയിച്ച് ആദരിച്ചു. നാടക കലാകാരന്മാരായ റോഷൻ കേശവൻ, പ്രസാദ് ലീല, ഷാജൻ മാറോക്കി എന്നിവർ അണിനിരുന്ന ലഘു നാടക അവതരണവും ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി. തുടർന്ന് P ജയചന്ദ്രന്റെ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്ന ഗാനാഞ്ജലിയിൽ അരുൺ K നായർ, കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ദേവിക, അഭിരാമി തുടങ്ങിയവർ ഗാനാലാപനം നടത്തി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന വേലൂർ പഞ്ചായത്തിലെ പഴവൂർ വടക്കേ കോളനി, കുണ്ടുകാട് മേഖലകളിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു. വാർഡ് പ്രസിഡന്റ് PK സുലൈമാൻ, ബൂത്ത് പ്രസിഡന്റ് PR രാഹുൽ, NK മുഹമ്മദ്, അക്ബർ പഴവൂർ, AS ഭാസ്കരൻ, PY അബുസാലി, KU കബീർ, സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. പ്രദേശവാസികൾക്ക് ആശ്വാസമായി പാറന്നൂർ ചിറയിൽ വാഴാനിയിൽ നിന്നുള്ള വെള്ളമെത്തി. വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിച്ച ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് കോൺഗ്രസ് രംഗത്ത്. കൊടുംവേനൽ ആരംഭിക്കുന്ന മാർച്ച് മാസത്തിന്റെ ആരംഭത്തിൽ വാഴാനിയിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് മുൻവർഷങ്ങളിൽ നടന്നിരുന്നു. എന്നാൽ മാർച്ച് മാസത്തിന്റെ പകുതി പിന്നിട്ടിട്ടും പാറന്നൂർ ചിറയിൽ വെള്ളമെത്താത്തതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ആൻഡോ പോൾ കളക്ടർക്കും ജലസേചന വകുപ്പിനും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികൾക്ക് കിട്ടാക്കനിയായിരുന്ന വെള്ളം ഡാമിൽ നിന്ന് തുറന്നുവിട്ടതെന്നും കേച്ചേരിയുടെ ഉത്സവമായ പറപ്പൂക്കാവ് പൂരത്തിനു മുൻപായി വെള്ളം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ എന്നിവർ പറഞ്ഞു. വർഷങ്ങളായി ഈ സമയങ്ങളിലൊന്നും ഈ വെള്ളം ഇവിടെ ലഭിക്കാറില്ല. ഇതിനുവേണ്ടി ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആൻഡോ പോൾ, പഞ്ചായത്ത് മെമ്പർമാരായ ധനീഷ് ചുള്ളിക്കാട്ടിൽ, സജിത് കുമാർ, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് അശോകൻ UA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും അതുപോലെ ജലസേചന വകുപ്പിനും നിവേദനം സമർപ്പിച്ചിരുന്നു. ആയതിൻ്റെ വെളിച്ചത്തിൽ അവരുടെയൊക്കെ താല്പര്യപ്രകാരം ഇന്ന് പാറന്നൂർ ചിറയിൽ വെള്ളമെത്തിയിരിക്കുകയാണ്. ഇതിനോടുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇവരുടെ പ്രവൃത്തിയിൽ അഗൈതവമായ നന്ദിയും ഞങ്ങളിവിടെ അർപ്പിക്കുകയാണ്.
വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സാൽവിൻ, ഓവർസിയർമാരായ കൃഷ്ണ, ചൈതന്യ, വിവേക്, വർക്കർ സണ്ണി, സജിത് എന്നിവരുടെ രാപ്പകൽ ഭേദമില്ലാത്ത അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് പാറന്നൂർ സിറയിൽ വെള്ളമെത്തിക്കാനായത്. വെള്ളമെത്തിക്കാൻ മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥരെ കോൺഗ്രസിന്റെ നേതാക്കളും ജനപ്രതിനിധികളും അഭിനന്ദിച്ചു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗഹൃദ സംഗമവും നോമ്പുതുറയും വ്രതശുദ്ധിയുടെ സ്നേഹസംഗമമായി. കൂറ്റനാട് കേന്ദ്ര ജുമാ മസ്ജിദ് ഖത്തീബ് CV ഷിയാസ് അലി വാഫി ഉദ്ഘാടനം ചെയ്തു. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KPCC നിർവഹണ സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹുസൈൻ പുലേഞ്ഞാലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, റഹ്മാൻ കണിച്ചിറക്കൽ, KC കുഞ്ഞൻ, സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, കോർഡിനേറ്റർ TA രണദിവെ എന്നിവർ സംസാരിച്ചു. റംസാൻ പെരുന്നാളിന്റെ ഭാഗമായി സഹയാത്രാ സഹോദരങ്ങൾക്ക് ഭക്ഷ്യവസ്ത്ര കിറ്റുകൾ നൽകി. 100 കണക്കിന് ആളുകൾ സമൂഹ നോമ്പുതുറയിൽ പങ്കാളികളായി. കൃഷി രാധാകൃഷ്ണന് ഒരു തൊഴിലല്ല, മറിച്ച് മനസ്സിന് സംതൃപ്തി നൽകുന്ന ജീവിതചര്യയാണ്. ജൈവ പച്ചക്കറി വിളയിച്ച് നൽകുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് തന്റെ അധ്വാനത്തിന്റെ ലാഭമെന്ന് തോന്നലൂർ വിളക്കത്തല വീട്ടിൽ രാധാകൃഷ്ണൻ പറയുന്നു. നല്ല രുചിയുള്ള നാടൻ പച്ചക്കറി വേണമെങ്കിൽ രാധാകൃഷ്ണേട്ടന്റെ തോട്ടത്തിലേക്ക് പോന്നോളൂ. 1/2 ഏക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി വിളഞ്ഞു കിടക്കുന്നത്. തോന്നല്ലൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തുള്ള 1/2 ഏക്കർ പാടശേഖരത്തിലാണ് രാധാകൃഷ്ണന്റെ പച്ചക്കറി തോട്ടം. കടുത്ത വേനലിലും പച്ചത്തുരുത്തു പോലെയുള്ള കൃഷിയിടത്തിൽ മത്തനും കുമ്പളവും വെള്ളരിയും കുക്കുംബറും തണ്ണിമത്തനും വെണ്ടയും പയറും ചീരയുമെല്ലാം വിളഞ്ഞു കിടക്കുന്നു. ഏകദേശം 4 വർഷമായിട്ട് ഈ കൃഷി, പച്ചക്കറി, നെല്ല്, ഒരു കൂലി നെല്ല് പണി, നെല്ല് വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പച്ചക്കറിയുടെ പണികൾ തുടങ്ങും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത ഇത് കഴിക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കൊടുക്കാൻ തികയില്ലെന്ന് മാത്രം. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലെല്ലാം ഉണ്ട്. നല്ല സാധനങ്ങൾ കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, കാലത്ത് ഒരു 2-3 മണിക്കൂർ അതുപോലെ വൈകിട്ട് വന്നിട്ടും ഇവിടെ ചിലവഴിക്കാൻ പറ്റുമ്പോൾ അതൊരു സംതൃപ്തിയാണ്, സന്തോഷമാണ്. നമുക്ക് ശരീരത്തിനും എല്ലാ മനസ്സിനും ഒക്കെ ഒരു കുളിർമ തരുന്ന കാര്യം. ബസ് കണ്ടക്ടറായിരുന്ന രാധാകൃഷ്ണൻ കോവിഡ് കാലത്താണ് കൃഷിയിലേക്ക് പ്രവേശിച്ചത്. സുഹൃത്ത് വേണുമാഷാണ് ഇതിന് പ്രചോദനം നൽകിയത്. പിന്നീട് കൃഷി പരിപാലനം ദിനചര്യയുടെ ഭാഗമായി മാറി. 1/2 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. വേലൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാധാകൃഷ്ണൻ രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ നേരം തോട്ടത്തിൽ ചെലവഴിക്കും. രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാതെ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലെ ഉപയോഗത്തിനെടുക്കുകയും ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. കൃഷി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ഒന്ന് മനസ്സുവെച്ചാൽ നമ്മുടെ വീടുകളിലും തൊടികളിലും ഇതുപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഗുരുവായൂർ നഗരസഭ ബജറ്റിനെതിരെ BJP ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ പ്രതിഷേധാഗ്നി തെളിയിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി TV വാസുദേവൻ സ്വാഗതവും സുജയൻ മാമ്പുള്ളി നന്ദിയും പറഞ്ഞു. ജ്യോതി രവീന്ദ്രനാഥ്, മനീഷ് കുളങ്ങര, KC വേണുഗോപാൽ, ജിഷാദ് ശിവൻ, പ്രസന്നൻ വലിയപറമ്പിൽ, ദീപ ബാബു, ജിതിൻ കാവീട്, ദീപക് തിരുവെങ്കിടം, മനോജ് പൊന്നുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഗുരുവായൂർ നഗരസഭ നടത്തിയിട്ടുള്ള ഓരോ പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് മാത്രമാണ്. ഗുരുവായൂർ നഗരസഭ നടത്തിയ ഒരു പദ്ധതി പറയാൻ നട്ടലുണ്ടെങ്കിൽ നഗരസഭാ ചെയർമാനെ ഞങ്ങൾ വെല്ലുവിളിക്കുക. BJPയുടെ
നരേന്ദ്രമോദി സർക്കാരിന്റെ കോടികളുടെ പദ്ധതികളുടെ തണലിലാണ് ഗുരുവായൂർ നഗരസഭ നിലകൊള്ളുന്നത്. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ബാബു പുലിക്കോട്ടിലിന്റെ 1ാം ചരമവാർഷികം ഏപ്രിൽ 21-ന് സമുചിതമായി ആചരിക്കും. നടത്തിപ്പിനായി CPIM ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ ചെയർമാനും ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ കൺവീനറുമായി 51-അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 21-ന് രാവിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തിയതിനു ശേഷം സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുവാനും തുടർന്ന് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ 25 വിദ്യാർത്ഥികളെ ക്യാഷ് പ്രൈസ് നൽകി അനുമോദിക്കാനും യോഗം തീരുമാനിച്ചു. NK ഹരിദാസന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, കാട്ടകമ്പാൽ ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ, ലോക്കൽ കമ്മിറ്റി അംഗം KK സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മണത്തല മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പയുടെ വിതരണ ഉദ്ഘാടനം നടന്നു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി, മുൻ ചെയർമാൻ MR രാധാകൃഷ്ണൻ, ഡയറക്ടർമാരായ AA ശിവദാസൻ, KS നാരായൺ, VV ബിബീഷ്, വസന്ത വേണു, പ്രസന്ന വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. CB വിശ്വനാഥൻ സ്വാഗതവും സംഘം സെക്രട്ടറി സനില സുധീരൻ നന്ദിയും പറഞ്ഞു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിനവും രാമനവമിയും ഏപ്രിൽ 3 മുതൽ 6 വരെ ആചാര അനുഷ്ഠാനങ്ങളോടും വിവിധ കലാപരിപാടികളോടെയും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 3-ന് വൈകിട്ട് 5 മണി മുതൽ 6-ാം തീയതി രാവിലെ 9:30 വരെ ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധി ചടങ്ങുകളും ഹോമങ്ങളും നടക്കും. പ്രതിഷ്ഠാ ദിവസമായ 5-ാം തീയതി രാവിലെ 5:30-ന് നട തുറന്ന് വിവിധ വിശേഷാൽ പൂജകൾക്കും നിവേദ്യങ്ങൾക്കും ശേഷം രാവിലെ 8:30-ന് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് ശ്രീഭൂതബലിക്ക് ശേഷം ക്ഷേത്രം കിഴക്കേ ഗോപുരനടയിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും തുടർന്ന് കമനി S വർമ്മ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയും നടക്കും. ഏപ്രിൽ 3-ന് വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച ക്ഷേത്രം കിഴക്കേ ഗോപുര നടപ്പുര സമർപ്പണം തന്ത്രി ബ്രഹ്മശ്രീ മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി നിർവഹിക്കും. തുടർന്ന് 6:30 മുതൽ വിവിധ നൃത്യങ്ങളും അരങ്ങേറും. 4-ാം തീയതി വൈകിട്ട് 6:30 മുതൽ ഭക്തി പ്രഭാഷണം, തുടർന്ന് നൃത്തോത്സവവും നടക്കും. രാമനവമി പ്രമാണിച്ച് 6-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 5 മണി വരെ സംഗീതോത്സവം, വൈകിട്ട് 5:15-ന് കക്കാട് വാദ്യകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം, 6:30 മുതൽ നൃത്തോത്സവവും അരങ്ങേറും. മാർച്ച് 30-ന് വൈകിട്ട് 6 മണിക്ക് വടക്കുംപാട്ട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലിയും നടക്കുമെന്ന് ട്രസ്റ്റി CA ശശിധര രാജ, പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണ പ്രസാദ്, ട്രഷറർ വിനോദ് കണിശ്ശേരി, ട്രസ്റ്റിമാരായ ആനന്ദൻ, ജയനാരായണൻ, സന്തോഷ് തുടങ്ങിയവർ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം നൽകിയത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ ലബീബ് ഹസൻ, ബീന രവി, SC വികസന ഓഫീസർ MN ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് പുന്ന GMLP സ്കൂളിലെ വർണ്ണക്കൂടാരത്തിന്റെയും ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടന്നു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനും കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെ തൊട്ടുണർത്തുവാനും സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെയും 1.6 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബോയ്സ് ടോയ്ലറ്റിന്റെയും ഉദ്ഘാടനം ഗുരുവായൂർ നിയോജകമണ്ഡലം MLA NK അക്ബർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. ചാവക്കാട് BRC BPC MT സംഗീത പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൾ റഷീദ്, കൌൺസിലർമാരായ RM ഉമ്മർ, ഷാഹിദ മുഹമ്മദ്, ചാവക്കാട് BRC ട്രെയിനർ TS അജിത,
OSA പ്രതിനിധി KR മോഹനൻ, സ്റ്റാഫ് സെക്രട്ടറി KS ഗ്ലാഡി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PJ ഷീജ സ്വാഗതവും പ്രീ പ്രൈമറി അധ്യാപിക സിജി ജോസ് നന്ദിയും പറഞ്ഞു. കുട്ടികൾക്ക് സന്തോഷത്തോടെയും അഭിരുചിക്കനുസരിച്ചും കളികളിൽ ഏർപ്പെടാൻ കഴിയുന്ന വിശാലവും ശിശു സൗഹൃദവുമായ പ്രവർത്തനങ്ങൾക്കിടങ്ങൾ ഒരുക്കുക എന്നതാണ് വർണ്ണക്കൂടാരം മാതൃക പ്രീ പ്രൈമറി സ്കൂൾ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന പേരിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ഭക്ഷണ വിതരണത്തിന്റെ 16ാം ഘട്ടത്തിൽ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണവും രക്തദാനവും നടന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം CPIM ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് നിർവഹിച്ചു. ഡിവൈഎഫ്ഐ കണ്ടാണശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ അധ്യക്ഷനായി. മേഖലാ ട്രഷറർ റെനീഷ് രാഗേഷ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ വിനു ജോൺസൺ, TK സുവീഷ്, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി അംഗങ്ങൾ, പ്രവർത്തകർ പരിപാടിയുടെ ഭാഗമായി മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി ശേഖരിച്ച 4140 പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. മേഖലാ പരിധിയിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെ 25 പേർ രക്തദാനവും നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകി. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 344ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി മലബാറിൽ നിന്ന് സഹവികാരി എൽദോ വർഗീസ് കുളങ്ങര, ശ്രാദ്ധ പെരുന്നാൾ ജോയിന്റ് ജനറൽ കൺവീനർ സ്പേസി സണ്ണി പുന്നേക്കാട്ട്, ജോയ് എബ്രഹാം പടത്തുപറമ്പിൽ, ജെയ്സൺ ജോയ് പൈനാടത്ത്, ജിതിൻ MT മാഞ്ഞൂരാൻ, എബിൻ ബെഞ്ചമിൻ മുളയിരിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ ദീപശിഖ പ്രയാണത്തിനാണ് വെള്ളിയാഴ്ച ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. തൃശൂർ ഭദ്രാസനത്തിലെ ആദ്യ സ്വീകരണമായിരുന്നു ചാലിശ്ശേരിയിലേത്. സുറിയാനി പള്ളിയിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, വനിതാ സമാജം സെക്രട്ടറി ജെറീന ബിജു എന്നിവർ ചേർന്ന് ദീപശിഖ പ്രയാണത്തെ സ്വീകരിച്ചു. വടക്കൻ പറവൂർ പള്ളി സഹവികാരി എൽദോ വർഗീസ് കുളങ്ങര, ഫാദർ ജയേഷ് ജേക്കബ് എന്നിവർ ധൂപപ്രാർത്ഥന നടത്തി. കൊല്ലവർഷം 1660-ൽ കടൽമാർഗം യാത്ര ചെയ്ത ബാവ ആദ്യം കേരളക്കരയിലിറങ്ങിയത് മലപ്പുറം പൊന്നാനി കടപ്പുറത്തായിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് പൊന്നാനിയിൽ നിന്ന് ബുധനാഴ്ച ദീപശിഖ പ്രയാണം ആരംഭിച്ച് മലബാർ, കോഴിക്കോട് ഭദ്രാസനങ്ങളിലെ വിവിധ പള്ളികളിലെ സ്വീകരണത്തിനു ശേഷം വെള്ളിയാഴ്ച തൃശൂർ ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ചത്. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാലം ചെയ്ത മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 344ാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ ആചരിക്കും. റമദാൻ മാസത്തിലെ പവിത്രമായ 27ാം രാവിൽ ബ്ലാങ്ങാട് മഹല്ലും യുവജന കൂട്ടായ്മയും സംയുക്തമായി ഗ്രാൻഡ് ഇഫ്താർ കുടുംബസംഗമം സംഘടിപ്പിച്ചു. 21 വർഷം തുടർച്ചയായി നടത്തിവരുന്ന സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 1000-ലേറെ പേർ പങ്കാളികളായി. വനിതാ ക്ലാസിൽ സൈക്കോളജിസ്റ്റ് റഷീദ ഷിഹാബ് കുടുംബ സംസ്കരണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. SSF, SYS മന്ദലാങ്കുന്ന് യൂണിറ്റുകൾ റംസാൻ കിറ്റ് വിതരണം നടത്തി. മന്ദലാങ്കുന്ന് മഹലിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് റംസാൻ കിറ്റ് വിതരണം നടത്തിയത്. KMJ യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈൻ തണ്ണിത്തുറക്കൽ പ്രാർത്ഥന നടത്തി. ഖത്തർ ICF മെമ്പർ കാസിം കരിയാടൻ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗഫൂർ കിഴക്കൂട്ട്, ഷമീർ കൊന്നമാക്കൽ, ഷുക്കൂർ കരിയാടൻ, നിയാസ് കൂളിയാട്ട്, സുൽത്താൻ മന്ദലാങ്കുന്ന്, ഷാഹിദ്, ഫയാസ് എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള അമ്പത്തുകുളമാണ് CPM പ്രവർത്തകർ ശുചീകരിച്ചത്. പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MR രാധാകൃഷ്ണൻ, AH അക്ബർ, KA ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് ചുവടുറപ്പിക്കാൻ സജ്ജമായി സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റ്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മറ്റം ആസ്ഥാനമായി ആരംഭിക്കുന്ന സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. കുരിശുപള്ളി റോഡിലെ ഓഫീസിൽ രാവിലെ 8:30 ചേരുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം TO ജോയ്, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ്, കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ജീസൺ ചൂണ്ടൽ, ട്രസ്റ്റ് സെക്രട്ടറി സാബു ജേക്കബ്, ട്രഷറർ KL ജോൺസൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും.
വിപണി. സുസുക്കി മോട്ടോ വേൾഡിന്റെ നവീകരിച്ച ഷോറൂം മുതുവട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുതുവട്ടൂർ ഗുരുവായൂർ റോഡിലാണ് സുസുക്കി മോട്ടോ വേൾഡിന്റെ നവീകരിച്ച വലിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. ചടങ്ങിൽ സിനിമാ സീരിയൽ താരം സുസ്മിത പ്രഭാകരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ആദ്യ വിൽപ്പന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സുജിത് കാരയിൽ, സുസുക്കി ഏരിയ മാനേജർ ഘോഷ് എന്നിവർ ചേർന്ന് രാജൻ കോട്ടപ്പടിക്ക് നൽകി നിർവഹിച്ചു. സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ജീവനക്കാർ, ഉപഭോക്താക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സുസുക്കിയുടെ വിവിധ മോഡലുകളിലുള്ള ബൈക്കുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലഭ്യമാകും. വിശാലമായ ഷോറൂമാണ് സുസുക്കി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മോട്ടോ വേൾഡ്, ഗുരുവായൂർ റോഡ്, മുതുവട്ടൂർ. ഫോൺ 9995336500. തലക്കോട്ടുകര ഓയറ്റ് പബ്ലിക് സ്കൂളിലെ 2024-25 വർഷത്തെ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. പ്രൊഫസർ CM ബിജു മുഖ്യാതിഥിയായി, പ്രിൻസിപ്പാൾ സുമ അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി നാരായണൻ മുല്ലപ്പള്ളി, ഫാക്കൽറ്റി ഡയറക്ടർ അനു നായർ എന്നിവർ സംസാരിച്ചു. ആഷ്മി സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8340 രൂപ, പവന് 66,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 111 രൂപ. ചരമം. ചാലിശ്ശേരി സ്വദേശി മദീനയിൽ നിര്യാതനായി. ചാലിശ്ശേരി മണ്ണാരപ്പറമ്പ് പാളിക്കാട്ടിൽ പരേതനായ സൈദാലി ഹാജിയുടെ മകൻ 65 വയസ്സുള്ള ഹമീദാണ് ഉംറ നിർവഹിച്ച ശേഷം പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മദീനയിൽ മരിച്ചത്. ഖബറടക്കം മദീനയിൽ നടന്നു. പരേതയായ ഫാത്തിമയാണ് ഭാര്യ. ഷിജില, ഷിബിന, ജസീല, ഷിഹാബ് എന്നിവർ മക്കളാണ്. നെല്ലുവായ് പട്ടാമ്പി റോഡിൽ വാച്ച് റിപ്പയർ ഷോപ്പ് നടത്തുന്ന എരുമപ്പെട്ടി മുരിങ്ങാത്തേരി വീട്ടിൽ അന്തോണി പൗലോസ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കും. ജോസി ഭാര്യയും സോളമൻ മകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ നാട് ജാഗ്രതയോടെ കൈകോർക്കുന്നു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. വെള്ളിയാഴ്ച ചേർന്ന പ്രത്യേക നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനോദ്ഘാടനം ശനിയാഴ്ച നടക്കും. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വിശ്വാസികളുടെ വൻ തിരക്ക്. മേഖലയിലെ പള്ളികളെല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. ഇനി ഫിത്തർ സക്കാത്തിനായുള്ള തയ്യാറെടുപ്പ്. പ്രദേശവാസികൾക്ക് ആശ്വാസമായി പാറന്നൂർ ചിറയിൽ വാഴാനിയിൽ നിന്നും വെള്ളമെത്തി. വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിച്ച ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് കോൺഗ്രസ് രംഗത്ത്. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു.
കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് നൌഫൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.